ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് റോസ്റ്റാണ് കേട്ടോ, ഫ്രൈ ആക്കുകയാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം. ബീഫ് ആദ്യം തന്നെ കഴുകി ചെറുതാക്കി അതിലിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ, കഴുകിയിട്ട്. പിന്നെ നമ്മുടെ സവാള ഒരു 2-3 എടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കുക. ചിലർ മിക്സിയിലടിക്കുന്നതുണ്ടാവും, ചിലപ്പോൾ അങ്ങനെ അരച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തിട്ട് ഞാൻ പേസ്റ്റാക്കുക. പക്ഷെ ഇവിടെ ഞാൻ അരിഞ്ഞാണ് ചെയ്യൽ. ഇവിടെ നമ്മൾ അടുപ്പത്ത് വന്നിട്ട് ഉണ്ടാക്കുന്നത്, നല്ല വിറകടുപ്പിൽ നല്ല കനലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. അതിൽ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന കാന്താരിമുളകാണ് കേട്ടോ, അതൊരു 5-8 അരിഞ്ഞിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കാന്താരിമുളകൊക്കെ അടുപ്പത്തിട്ട് അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കണം. വിറകടുപ്പാകുമ്പോൾ പെട്ടെന്ന് വേഗം നല്ല തീയൊക്കെ വേഗം മുരിഞ്ഞോളും. അങ്ങനെ അതൊക്കെ നന്നായി ഇട്ട് കൊടുത്ത് അപ്പോഴേക്കും നമ്മളെ വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി അധികം മുരിയെടുത്തിട്ട് എന്നാലും ഒന്ന് മൂക്കണം, എന്നാലേ ഒരു സ്മെല്ല് വരുള്ളൂ. ആ സവാള ഇടുമ്പോഴേ നല്ലൊരു വഴക്കൊരു മണം തന്നെ, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു മണം വരുന്നു. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഇട്ട് കൊടുത്ത് ചെറിയ ഇതിൽ നമ്മൾ ഇളക്കിയെടുക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് പച്ചമണം മാറി ഇതായി വരുമ്പോഴേക്കും നമുക്ക് ചെറുതാക്കി നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2-3 സവാളയും കൂടെ അരിഞ്ഞ് വെച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം നമുക്ക് ചെറുതായിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് നന്നായി വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ അടുപ്പത്ത് ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിൻ്റെ വേഗം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മൾ സവാളൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് നേരെ ഇട്ട് കൊടുക്കണം. പിന്നെ വേപ്പില അതിട്ട് കൊടുത്ത് എടുക്കണതിന് പോയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ വേപ്പുമരമുള്ള കാരണം അത് നമ്മൾ പൊട്ടിച്ചെടുത്ത് അങ്ങനെ ഇടുകയാണ് ചെയ്യൽ. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ആക്കിയത്. സവാളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ചെറിയ ഇതിൽ നന്നായി ഇളക്കി പെട്ടെന്ന് അവിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായി മരുന്നൊക്കെ കിട്ടും. ബീഫിനാകുമ്പോൾ അധികം സവാള അധികം കുറേയൊന്നും വേണ്ട. ഫ്രൈ ഒക്കെ ആക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു മധുരം കൂടുമല്ലോ. കാരണം പിന്നെ ഇത്തിരി ചാറിന് എടുക്കാൻ ബീഫ് ചാറ് പോലെ ആക്കുന്നതോടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാരണം അങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ 2 മാസം ഫ്രൈ ആക്കി വെച്ചാലും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് വേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെറിയ രീതിയിൽ തിളച്ചിരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ. നല്ല തീയാകുമ്പോഴേ പെട്ടെന്ന് അടിയിലേക്ക് ഇത് പിടിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വേപ്പിലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി പൊട്ടിച്ചുകൊണ്ടൊന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നമ്മളോട് മരമുള്ള കാരണം കുറേ ഇങ്ങനെ തണ്ടുകൾ ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കും, അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടി പെട്ടെന്ന് മരുന്നോടുകൂടി നമുക്ക് പൊടിയൊന്നും കാണിക്കാൻ പറ്റില്ല. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ 1.25 മതിയിട്ട് മല്ലിപ്പൊടി, അതിലൊരു ടീസ്പൂൺ കുറച്ചും കൂടെ ആയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നിങ്ങളുടെ ഒന്ന് പാനി ചൂടാക്കി കൊണ്ടിടുക. ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ചൂടാകുമ്പോൾ ഒരു പ്രത്യേക വറവ് മണം കിട്ടും. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് സവാളയും കൂട്ടിയിട്ട് ഇളക്കി കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ബീഫ് ചേർത്തിട്ടതിലേക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുകയാണ്. പാകത്തിന് മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കണം. ബീഫിന് നല്ല വേവുണ്ടല്ലോ, അത് കുക്കറിലൊന്നും അടിച്ചിട്ടില്ല. വിറകടുപ്പിൽ വെക്കുന്ന ബീഫായിരുന്നു അവിടെ കിടന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ തിളച്ച് വെന്തോളും. അങ്ങനെ ചെയ്യൽ, കുക്കറിൽ അങ്ങനെ വയ്ക്കാറില്ല, ചിലപ്പോഴും അങ്ങനെ വയ്ക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതിനിടയിൽ ചേർത്ത് കൊടുക്കണം. നന്നായി വെള്ളം വറ്റി കഴിയുമ്പോൾ
പിന്നെ നമ്മൾ ഇത്തിരി കുറച്ച് കുരുമുളക് പൊടിയൊക്കെ കൊടുത്താൽ നല്ല രസമുണ്ട്. പിറ്റേശം വെളിച്ചെണ്ണയൊക്കെ പിറ്റേശം ചൂടാക്കുമ്പോൾ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ചൂടാക്കി നല്ല രസമാണ്. അങ്ങനെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.